ഓക്കെ, എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഞാനിപ്പോൾ സംസാരിക്കുന്നത് മലയാളമാണ്. മലയാളം എന്താണ്? ഒരു ലാംഗ്വേജ് ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺവെർസേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ ടു കമ്പ്യൂട്ടർ കോൺവെർസേഷൻ കീപ്പ് ചെയ്യാൻ. ഞാൻ സംസാരിക്കുന്ന മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും അതിന് എന്ത് വേണം? ഗ്രാമർ വേണം. ഗ്രാമർ ബേസിക്കലി എന്താണ്? കുറച്ച് റൂൾസ് ആണ്. അതായത് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ വാസ് ചേർക്കുക, ഫ്യൂച്ചർ വരുമ്പോൾ അത് ചേർക്കുക, ഇത് ചേർക്കുക എന്ന് പറയുന്ന കുറച്ച് റൂൾസ് ആണ് എന്ത്? ഗ്രാമർ. അതേ ഗ്രാമർ ആർക്കും വേണം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും വേണം. ആ ഗ്രാമറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്തുള്ള ഗ്രാമറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിൻടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വാസ് ചേർക്കണം എന്ന് പറയുന്നത് പോലെ ഒരു ലൈൻ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് സീൻ്റെ അകത്ത് ഗ്രാമർ എന്താണ്? അറ്റ് ദ എൻഡ് നമ്മൾ എന്ത് കൊടുക്കണം? സെമി കോളൻ കൊടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ആ സെമി കോളൻ എടുത്ത് കളഞ്ഞാൽ എന്ത് പറ്റി? ഗ്രാമർ തെറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എറർ വന്നത്. അപ്പോൾ നമ്മൾ ഓരോ ലൈനും എഴുതുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? എൻഡ് ചെയ്യുന്നത് സെമി കോളൻ കൊണ്ട് എൻഡ് ചെയ്യുക എന്നൊരു റൂളുണ്ട്. ആ ഒരു ഗ്രാമർ, ആ ഒരു സിൻടാക്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഇനി ഞാൻ ഗ്രാമർ എല്ലാം പ്രോപ്പറാക്കി പറയുന്നതിന് ഒരു അർത്ഥമില്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ഈ കാര്യമില്ല. ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കും, മറ്റേ സിനിമയിലെ സെയിം സീൻ തന്നെ, മറ്റേ പാറമേക്കാവിൽ പൂരം എപ്പോഴാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സദ്യ ഗംഗേമം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട്, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട്. അതായത് അത് എഴുതേണ്ടത് A+B എന്നാണ് നമ്മുടെ കോഡ് ബ്ലോക്കിൻ്റെ അകത്ത് വരാനുള്ളത്. പക്ഷേ ഞാൻ കോഡ് ബ്ലോക്ക് ചെയ്തത് എന്താണ്? A-B ആണ് ചെയ്തത്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണ്? 2 നമ്പർ ആഡ് ആയി കിട്ടുന്ന സം ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഔട്ട്പുട്ട് എങ്ങനെ റൺ ചെയ്താലും ഡിഫറൻസേ വരത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ മീനിങ് തെറ്റി. അതായത് അതിൻ്റെ സെമാൻറ്റിക്സ് തെറ്റി. സെമാൻറ്റിക്സ് ബേസിക്കലി എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്ന കോഡ് ബ്ലോക്കിൻ്റെ മീനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെമാൻറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. നമ്മൾ പോകുന്ന റീജിയൻ അനുസരിച്ച് എന്ത് ചെയ്യും? ലാംഗ്വേജ് മാറും. അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളിനനുസരിച്ച് എന്ത് ചെയ്യും? ലാംഗ്വേജ് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. അതേപോലെ നമ്മുടെ ഓരോ റിക്വയർമെൻറ്റിനും ഓരോ സിസ്റ്റത്തിനും വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഓരോ ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പൈതൺ, ജാവ, C, HTML ഇതെല്ലാം ബേസ് എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന C, കഴിഞ്ഞ സെമ്മിൽ പൈതൺ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന കോഡ് hello.c എന്ന് പറയുന്ന ഈ ഒരു ഫയലിൻ്റെ അകത്തുള്ള കോഡ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന കോഡിന് നമ്മൾ എന്തെന്ന് പറയും? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയും. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് എന്താണ്? ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്കറിയാവുന്നത് ഹൈ ലെവൽ ലാംഗ്വേജും കമ്പ്യൂട്ടറിന് അറിയാവുന്നത് ലോ ലെവൽ ലാംഗ്വേജും. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ എനിക്ക് എന്തറിയാം? മലയാളം അറിയാം. ഈ നിൽക്കുന്ന പുള്ളിക്ക് എന്തേ അറിയാവൂ? ഹിന്ദിയെ അറിയാവൂ. അപ്പം ഞാൻ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് മലയാളത്തിൽ പോയി സംസാരിച്ചാൽ എന്ത് ചെയ്യത്തില്ല? ഈ ഹിന്ദിക്കാരന് മനസ്സിലാവത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു ട്രാൻസ്ലേറ്ററിനെ ഇടയിൽ കൊണ്ടുവരും. ഞാൻ മലയാളത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ പുള്ളിയോട് പറഞ്ഞു കൊടുക്കും. ഈ ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യും? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലാക്കി ഇങ്ങേർക്ക് പറഞ്ഞു കൊടുക്കും. ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ തിരിച്ച് ട്രാൻസ്ലേറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യും? അതിനെ മലയാളമാക്കി എനിക്ക് പറഞ്ഞു തരും. ഈ സെയിം റോളാണ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്തും ട്രാൻസ്ലേറ്റേഴ്സ് ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റേഴ്സ് 3 ടൈപ്പ് ഉണ്ട്: കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരാണ് ഇവരെല്ലാം. ഈ കമ്പൈലർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്പൈലർ, അപ്പോൾ ഇതെല്ലാം സെയിം റോളാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഒരു ഡിഫറൻസ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ കമ്പൈലർ എന്ന് പറയുന്നത് കോഡ് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യും. ജസ്റ്റ് ഫസ്റ്റ് 3 ലെറ്റർ നോക്കിക്കോ, COMP. ജസ്റ്റ് ഒന്ന് പഠിക്കാൻ, ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിനാണ് പറഞ്ഞത്. അപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യും? ഈ കോഡ് ഫ്രം ഫസ്റ്റ് ലൈൻ ടു 6th ലൈൻ എന്ത് ചെയ്യും? റീഡ് ചെയ്യും. എന്നിട്ട് എവിടെയൊക്കെ എറർ വന്നിട്ടുണ്ടോ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ റൂൾ മാറ്റിയാണ്, എൻ്റെ സിൻടാക്സ് ഞാൻ തെറ്റിച്ചു. ഓക്കെ, എൻ്റെ സിൻടാക്സ് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു സെമി കോളൻ വരണം, അത് ഞാൻ തെറ്റിച്ചു. അപ്പോൾ അവിടെ ഒരു എറർ ഉണ്ട്. സെക്കൻഡ് ലൈനിലും ഞാൻ എന്ത് ചെയ്തു? അവിടുത്തെ സിൻടാക്സ് ഞാൻ തെറ്റിച്ചു. അപ്പോൾ ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്യുന്നു, കുഴപ്പമില്ല. സെക്കൻഡ് ലൈൻ റീഡ് ചെയ്യുന്നു, കുഴപ്പമില്ല. തേർഡ് ലൈൻ കുഴപ്പമില്ല. 4th ലൈൻ എന്തുണ്ട്? എറർ ഉണ്ട്. ഓക്കെ, 5th ലൈൻ അത് റീഡ് ചെയ്യും. ഓക്കെ, വീണ്ടും എറർ ഉണ്ട്. 6th ലൈൻ റീഡ് ചെയ്യും. എന്നിട്ട് എക്സിക്യൂഷൻ ഇവിടെ വെച്ച് തീരും. 6 ലൈനും കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? എൻ്റെ കോഡ് തീർന്നു. അപ്പോൾ അത് എന്ത് വന്നിട്ട് പറയും? 4ാമത്തെ ലൈനിലും 5ാമത്തെ ലൈനിലും സെമി കോളൻ ഇല്ല എന്നുള്ള എറർ എനിക്ക് 2 എററും എടുത്ത് കാണിച്ചു തരും. അതായത് കോഡ് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ട് എവിടെയൊക്കെ ഇഷ്യൂ ഉണ്ടോ അതെല്ലാം എടുത്ത് കാണിച്ചു തരും. ആരാണ്? കമ്പൈലർ. ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഈ ലൈൻ റീഡ് ചെയ്യും, പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്ത് പറ്റി? എറർ വന്നു. കാരണം സിൻടാക്സ് തെറ്റല്ലേ. അപ്പോൾ അവിടെ വെച്ച് കോഡിൻ്റെ എക്സിക്യൂഷൻ നിൽക്കും. അതായത് 5th 6th ലൈനിലോട്ട് പിന്നെ അത് പോകുമോ? ഇല്ല. ഇവിടെ വെച്ചിട്ടേ അത് പറയും. ഓക്കെ, ഈ 4th ലൈനിൽ എന്തുണ്ട്? ഒരു സെമി കോളൻ മിസ്സിംഗ് ഉണ്ട്, അത് ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി റൺ ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? 5th ലൈനിലെത്തൂ. അപ്പോഴേ അത് പറയും 5th ലൈനിൽ ഒരു എറർ ഉണ്ട്, ഫിക്സ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ആര്? ഇന്റർപ്രറ്റർ. അസംബ്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് അസംബ്ലി ലെവൽ ലാംഗ്വേജസിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി എന്തുകൊണ്ട്, ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിളാണ്. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പക്ഷേ എന്തുകൊണ്ട് ഞാനിത് കാണാതെ പഠിക്കരുതെന്ന് പറയും. അതായത് നിങ്ങളിപ്പോൾ
കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് ഒരിക്കലും കാണാതെ പഠിക്കാതെ ഇതിൻ്റെ ലോജിക്ക് പഠിക്കുക. PPT നോക്കി നിങ്ങൾക്ക് ഇത് കാണാതെ പഠിച്ച് ഡയറക്റ്റ് അതുപോലെ എക്സാമിന് എഴുതാം. ഓൾസോ ഈ ചാനലിൽ ഇരുന്ന കണ്ടന്റ് ലൈക്ക് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടല്ല, ഇത് മനസ്സിലാക്കി എക്സാം പാസ്സായാൽ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. മെയിൻലി ഇത് നിങ്ങൾക്ക് കോഡിങ് എങ്ങനെ ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഒത്തിരി കൂടി ടഫായിട്ട് തോന്നുന്നത് ഈ ഫിബിനോച്ചി നമ്പറൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണെന്ന് വെച്ചോ. അപ്പോഴത്തേക്ക് ഞാൻ പറയുക ജനറേറ്റ് ഫിബിനോച്ചി നമ്പർ ഇൻ സി എന്നും പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇതിനാവശ്യമായിട്ടുള്ള കോഡ് കിട്ടും. അപ്പോൾ ഈ സാധനം നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ട്, അതായത് ഇപ്പോൾ എക്സാമിന് കാണാതെ പഠിക്കുന്നത് പോലെ കാണാതെ പഠിച്ചു വെച്ചിട്ട് റിയൽ ലൈഫിൽ വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ജനറേറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡുള്ള ലോജിക്ക് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇതെല്ലാം വർക്കാവുന്നത് എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറലി വർഷാവർഷം ഇറങ്ങുന്ന ലോഡ് ഓഫ് എൻജിനീയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളാവാതിരിക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ബൈ.